സൂപ്പർ. എന്റെ ശ്രേയ വെരി ഗുഡ് ശ്രേയ. മോളെ വെരി ഗുഡ്. ഓ വിറയ്ക്കുന്നു. റിലാക്സ്. എല്ലാം സെറ്റായില്ലേ? പിന്നെന്താ, റിഹേഴ്സലിന് കിട്ടിയാ? ഇല്ല അല്ലേ? അതാലും ഇത്ര സന്തോഷം. എങ്ങനെ ഒപ്പിച്ചു? ആർക്കറിയില്ല, എനിക്കറിഞ്ഞൂടാ. എന്നാലും ഞാനൊരു ഡൗട്ട് വന്നപ്പോ എം ജി സാറ് മൊത്തം വെക്കാം. അപ്പൊ എം ജി സാർ നല്ലോണം ആസ്വദിക്കുന്നുണ്ടേ. അങ്ങനെ എന്ത് അല്ല, എന്നീ ക്ലിക്കുന്ന വ്യത്യാസം ഉണ്ടാവുമ്പോ അതുകൊണ്ടൊന്നും ക്ലിക്കിൽ വരില്ല. അല്ല എന്നാലും അല്ല, എനിക്ക് പാട്ട് ഭയങ്കര, ഈ പാട്ട് എൻ്റെ ജീവന്റെ ജീവനാ. കാരണം അതില് ഓരോ മുക്കും മൂലം ഓരോ ഗിറ്റാർ വായിക്കുന്നതും ഫ്ലൂട്ട് വായിക്കുന്നതും എല്ലാം എനിക്കിഷ്ടമാണ്. പിന്നെ മോള് പാടിയത് നന്നായിരുന്നോണ്ട് ഞാൻ ആസ്വദിച്ചാണ്. താളം ഇട്ടില്ലല്ലോ. ഇല്ല. എന്തായാലും ചോദിക്കാം. സാറിന് ഇനിയിപ്പൊ കുറച്ച് കരച്ചിലൊക്കെ ആവാം. സന്തോഷല്ലേ? എന്നാ പിന്നെ എം ജി സാർ കൊടുത്ത എം ജി സാറിനോട് എന്നെ എന്റെ പൊന്നുമക്കളെ ആസ്വദിച്ചപ്പോ നീ എന്റെ തലയിൽ കൊണ്ടുവച്ചല്ലോ. ഈ പാട്ട് തുടക്കം മുതൽ ഞാൻ ഇങ്ങനെ ഐ വാസ് എൻജോയിങ് ലൈക്ക് എനിത്തിങ്. കാരണം വേറൊന്നുമല്ല, ഇതുപോലത്തെ പാട്ട് വരുമ്പോൾ എനിക്കൊരു വല്ലാത്തൊരു എനർജിയാണ്. കാരണം വേറെ പഴയ പാട്ടുകൾ വരുന്നത് ദേവരാജൻ മാസ്റ്റർ, ബാബുക്ക, അർജുനൻ മാസ്റ്റർ, അതുപോലെ തന്നെ MSV സാറ്, അവരുടെയൊക്കെ പാട്ടുകൾ വരുമ്പോൾ ഒരു സ്പെഷ്യൽ എനർജിയാണ് നമുക്ക്. കാരണം അവരുടെ കമ്പോസിഷൻ എന്ന് പറയുന്നത് തന്നെ ഒരു ഫ്രെയിം കാണും. ആ ഫ്രെയിം എന്ന് പറയുന്ന സംഭവം ഇപ്പം ഈ പുതിയ തലമുറയിൽ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നൊരു സമയമാണ്. അവിടെ നല്ലൊരു ഫ്രെയിമിൽ പിന്നെ ജാനകിയമ്മയുടെ ആ ശബ്ദം മനസ്സിലറിയാതെ മോള് പാടിയാലും ശരി, എൻ്റെ മനസ്സിൽ വരുന്ന ജാനകിയമ്മയുടെ ശബ്ദമാണ്. അപ്പോൾ അതൊക്കെ വരുമ്പോഴത്തേക്ക് ഉണ്ടാകുന്നൊരു സന്തോഷമുണ്ടല്ലോ. മോള് നന്നായിട്ട് പാടി കേട്ടോ, അസലായിട്ട് പാടി. പിന്നെ എനിക്ക് അതിനകത്ത് കുറേ സംഗതികൾ ജാനകിയമ്മയുടെ ഉണ്ടായിരുന്നു. അത് പാടിയോ? അതായത് അങ്ങനെ കുറെ മാലവാങ് അവിടെ ആ ഫീലൊക്കെ ഉണ്ടല്ലോ. താമര മാലവാങ് മാലവാങ്ങാൻ വരുന്നില്ല വിരുന്നുകാരൻ. ആ കാരനിലുണ്ട് കുറച്ചുകൂടെ സ്പീഡാവണം. പിന്നെ പൂനുള്ളി അവിടെ ആ ഭാഗങ്ങളൊക്കെ പാട്ട് പാടിയെങ്കിലും അതിന്റെ യഥാർത്ഥമായിട്ടുള്ള ഫീല് കുറച്ചുകൂടെ വന്നോട്ടെ. പാടിക്കേ. ആ അവിടെയൊക്കെ മോളെ കുറച്ചുകൂടെ ഡൈനാമിക്സ് വേണം. ചുമ്മാ പാടിപ്പോയാൽ പോരാ. ആ ജാനകിയമ്മയുടെ ഡൈനാമിക്സ് എന്ന് പറയുമ്പോൾ കുറച്ച് വോളിയം കൂട്ടുക കുറയ്ക്കുക, മനസ്സിലാകാൻ വേണ്ടി പറയുന്നതാണ്. അപ്പോൾ അതും കൂടെ വന്നാലേ നന്നായിരിക്കത്തുള്ളൂ. പക്ഷെ ടോട്ടലി വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. പിന്നെ താളം ഞാനിങ്ങനെ ആസ്വദിക്കുകയായിരുന്നു കൈകൊണ്ട്. അപ്പം മോള് വിചാരിച്ച് ഞാനത് കറക്റ്റാണെന്ന് വിചാരിക്കുക അല്ലേ? ആണോ? എന്തായാലും ഇനി ഞാൻ തെറ്റിക്കുന്നവരുത്. അവസാനം ഒരു 7 ബാറെങ്കിലും തെറ്റി. ഫുൾ എക്സ്പ്രഷൻ ആയിരിക്കും അണ്ണാച്ചി ഇങ്ങനെ. മൊത്തം ഇനി അത് ചെയ്യാൻ പോകും. അത് കഴിഞ്ഞ് അണ്ണാച്ചി ലാസ്റ്റിൽ വന്ന് 3 ബാർ മിച്ചാൻ വരുമ്പോ തെറ്റിച്ചേ. എന്തായാലും ഓൾ ദ ബെസ്റ്റ്. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു സർ. താങ്ക് യു സർ. ഷാനിക്ക. ശ്രേയ. ആ സർ. ശ്രേയയുടെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് പെർഫോമൻസസ് ആയിരുന്നു കേട്ടോ ഇത്. താങ്ക് യു സർ. കാരണം ആ ഹൈസിലേക്ക് പോകുമ്പോൾ ഡെഫിനറ്റ്ലി ആ ഒരു സ്ട്രെയിൻ ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ ഞാൻ ഈ ഒരു റൗണ്ടിൽ വേണ്ട ഒരു സംഭവം ശ്രേയ ബാങ് ഓൺ ചെയ്തു എന്നുള്ളതാണ്. തുടക്കം പാളി നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ, ക്ലിക്ക് നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ. അപ്പൊ തുടക്കം ശ്രേയ ചെറുതായിട്ടൊന്ന് പാളി, പക്ഷെ തിരിച്ച് ഇമ്മീഡിയറ്റ്ലി തന്നെ ലോക്കിലേക്ക് കയറി. പിന്നെ അത് നമ്മൾക്ക് കാണാം, ആ ബോഡി ലാംഗ്വേജിലുണ്ട് ആ താളം പിടിച്ചു പോകുന്നത്. എന്നിട്ട് അവസാനം കൃത്യമായിട്ട്, കാരണം ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു, ഇതുപോലത്തെ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സോങ് ഒരു ഓഫിൽ ആണ് തുടങ്ങുന്നതെങ്കിൽ പണി പാളിയന്നെ, മൊത്തത്തിൽ ഭയങ്കര പണി കിട്ടിയാനെ. പക്ഷെ കറക്റ്റ് വീടുന്നുള്ളതാണ്. അതിന് ഹാറ്റ്സ് ഓഫ് ശ്രേയ.
വേറെ ഒന്നും ഞാൻ എഴുതിയില്ല. കാരണം നമ്മൾ ആ ഒരു ബ്രാഞ്ച് ആണല്ലോ നോക്കണേ. ഞാൻ ഇങ്ങനെ പാച്ചുവിനെ ഞാനിങ്ങനെ നോക്കി. അപ്പൊ പാച്ചു ഇങ്ങനെ ഭയങ്കര കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ചെയ്യുന്നുണ്ട്. പാച്ച് വാച്ച് റിപ്പയർ ചെയ്യുന്നു ആ സമയത്ത് പേടിച്ചിട്ടേ അനങ്ങുന്നില്ല. ആദ്യം കൗണ്ട് കൊടുത്തു. ഞാൻ ഇങ്ങനെ നോക്കി പാച്ചുവിനെ. അപ്പൊ പാച്ചു ഇങ്ങനെ നോക്കിയിട്ട് പിന്നെ എന്നെ കണ്ടപ്പോ പാച്ചു ഇങ്ങനൊക്കെ നോക്കിയപ്പോ പാച്ചു ഗോവാലിനായി. പിന്നെ ശ്രേയ ആ സർ. ഉഗ്രൻ സോങ് സെലക്ഷൻ മോളെ. താങ്ക് യു സർ. ഭയങ്കര കൺസ്ട്രക്ഷൻ ആണ്. അതായത് നമുക്ക് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര സിമ്പിൾ ആയിട്ട് തോന്നും, പക്ഷെ ഉണ്ട് ഇതിനകത്തുള്ള ഡീറ്റെയിലിംഗ് എന്ന് പറയുന്നത് ഭയങ്കരമാണ്. ഇതിനകത്ത് ഞാൻ ഈ പാട്ട് കൊടുത്തപ്പം അത്ര ഡീറ്റെയിലിംഗ് ഒന്നും ഇല്ല, സുഖമായിട്ട് പാടാന്ന് വെച്ചിട്ട് അങ്ങനെ എടുത്തു പോന്നതാ. അതാണ് ഇതിനകത്തുള്ള കുറെ ചെറിയ ഡീറ്റെയിലിംഗ് ഇൻട്രിക്കസീസ് ഒക്കെ ഉണ്ട്. ചെറിയ ചെറിയ സാധനമാണ്. വിരുന്നുകാരൻ അതിൽ അവിടെയുള്ള പ്ലാൻസ് ഒക്കെ ഉണ്ട്. കുറച്ചുകൂടി ക്ലാരിറ്റി ആവുന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത്രേ ഉള്ളൂ. നന്നായിട്ട് തന്നെ പാടി. താങ്ക് യു ഓൾ ദ സർ. ബെസ്റ്റ്. താങ്ക് യു ഷാനിക്ക. ശരത് സർ. അപ്പൊ ശ്രേയ ആ സർ. വണ്ടർഫുൾ സെലക്ഷൻ ശ്രേയ. താങ്ക് യു സർ. പാട്ട് അസാധ്യ പാട്ട്. കാര്യം ഈ ഒരു പാട്ടിൻ്റെ എന്താ പറയണ്ടത്, അതിൻ്റെ ഒരു സുഖം മനസ്സിലാക്കണമെങ്കിൽ തന്നെ ഒരു മിനിമം ജ്ഞാനം വേണം. ഇരുന്നിട്ട് ചുമ്മാതെ ഈ പാടി നടക്കുന്ന ആളുകൾക്കൊന്നും ഇതിൻ്റെ അർത്ഥം മനസ്സിലാവത്തില്ല. ഈ എന്താണ് ഈ ഒരു കോമ്പസിഷൻ്റെ വാല്യൂ ഒന്നും മനസ്സിലാവത്തില്ല. അപ്പോൾ എന്തൊക്കെയാലും ഈ ഒരു സെലക്ഷന് 100 മാർക്ക്. താങ്ക് യു സർ. ശ്രേയ, ആ സർ. ഈ താമരയും അതൊക്കെ ആ ക്ലാരിറ്റി വേണം അവിടെ പാടുന്നതിന്. ഈ മാനസ പൂജ അതൊക്കെ കുറേയും കൂടെ നന്നാവണം ഓക്കെ സർ. കേട്ടോ. ആ. ഈ അവസാനത്തെ നിർത്തുന്നത് അത് ഒരു ഒടിവ് സംഗതിയാണ്. വേറെ എന്തോ ആ പാടിയ ശ്രേയ. എല്ലാം നീ ഇങ്ങനെ സമ്മതിക്കുകയും ചെയ്യുന്നു. എന്നാൽ നമുക്ക് അതൊന്ന് പാടിയാലോ ലാസ്റ്റ് മാത്രം. വിളിച്ചിട്ടും വരുന്നില്ല വിരുന്നുകാരൻ. അതൊരു ക്ലാരിറ്റി വരട്ടെ, വിരുന്നുകാരനൊക്കെ ഒരു ക്ലാരിറ്റി വരട്ടെ. വിരുന്നുകാരൻ സ്ട്രെയിൻഡാണ്, അത് കുഴപ്പമില്ല. അടുത്ത് അതിപ്പോ കുഴപ്പമില്ല. അതിനൊരു സുഖം. ഞാൻ ഈ ഡൈനാമിക്സ് എന്ന് പറയുമ്പോൾ എല്ലാ സ്ഥലത്തും ഇട്ട് മുഴപ്പിക്കുക എന്നല്ല അതിനർത്ഥം. ആവശ്യമുള്ള ആ ട്യൂണിന് ആവശ്യമുള്ള ആ ലിറിക്കിന് ആവശ്യമുള്ള ആ ഒരു ഏറ്റക്കുറച്ചിലുകളാണ് ഡൈനാമിക്സ്. അല്ലാതെ എടുത്തു കൊതുക് പോലെ ഇതല്ല ഡൈനാമിക്സ്. അക്ഷരാർത്ഥത്തിലല്ല അർത്ഥം എടുക്കേണ്ടത്. എന്താണത്, അത് അമ്മ കൊടുത്തേക്കുന്ന എവിടാണ് ആ ഒരു ലിറിക്കിന് വാല്യൂ കൊടുത്ത് അതിന് ആ എക്സ്പ്രഷൻ, അതാ ഡൈനാമിക്സിലുള്ള. ആ അമ്മയ്ക്കൊക്കെ ഇത് ആർട്ടിഫിഷ്യലായിട്ട് ചെയ്യുന്നതല്ല, ആ അമ്മയ്ക്ക് ഉണ്ട്. ആ അമ്മ ജനിച്ചപ്പോഴേ ഇതോടെ ഡൈനാമിക്സോടും ജനിച്ച ആളാണ്. ഞാനീ ഒരു നിവൃത്തിയില്ല. അപ്പം അമ്മയ്ക്ക് പ്രണാംസ്. അപ്പം ബാബുക്ക അയ്യോ ഒരു നിവൃത്തിയില്ലാത്ത കമ്പോസർ. അത് എത്ര പാട്ടുകൾ അതിമനോഹരങ്ങളായിട്ടുള്ള. അത് ഒരു പാവം ഒരു പൈസയും സമ്പാദിച്ചിട്ടുമില്ല, അങ്ങനെ ഒരു നല്ല ഒരു കാശുള്ള കുടുംബത്തിൽ ജനിച്ച മനുഷ്യനുമല്ല. എന്നിട്ട് എത്ര അതിമനോഹരങ്ങളായിട്ടുള്ള പാട്ടുകളാണ് തന്നത്. എൻ്റെ ഫാദറില്ല കണ്ണൂരാജൻ മാഷ് പറയും ബാബുക്കയെ പറ്റി പറയുമ്പം 100 നാക്കാണ്. സീതയുടെ അച്ഛനും ബാബുക്കയുടെ പാട്ടുകളായിരുന്നു ബേസ് ചെയ്തിരുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെലും ഒരു ഹിന്ദുസ്ഥാനി ടച്ചായിരുന്നു കൂടുതലുണ്ടായിരുന്നത് കണ്ണൂരാജൻ മാഷിന്. അപ്പം ഇദ്ദേഹം ഒരു നിവൃത്തിയില്ലാത്ത കമ്പോസർ ബാബുക്ക. ഒരു സോൾഫുൾ പാട്ട് വരുമ്പോൾ അല്ല നമ്മുടെ നെഞ്ചത്തേക്ക് ഇങ്ങോട്ട് ഇറങ്ങുന്നത്. മറ്റേത് ഇതുവഴിയൊക്കെ അങ്ങ് പോകും, അത്രേ ഉള്ളൂ. അപ്പോൾ അത് അങ്ങനെയുള്ള പാട്ടുകൾ ഇനിയും ഉണ്ടാവട്ടെ നമ്മുടെ മലയാളത്തിൽ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സർ. ലവ് യു. താങ്ക് യു സർ. ചേച്ചി ശ്രേയ. ചേച്ചി. ശ്രേയ ബ്യൂട്ടിഫുൾ സിംഗിങ്. താങ്ക് യു ചേച്ചി. ബ്യൂട്ടിഫുൾ സോങ്, ബ്യൂട്ടിഫുൾ ഓർക്കസ്ട്ര, ബ്യൂട്ടിഫുൾ സാരി, ബ്യൂട്ടിഫുൾ ശ്രേയ, ബ്യൂട്ടിഫുള്ളി സങ്. അസല് എല്ലാം ബ്യൂട്ടിഫുൾ. താങ്ക് യു എനിക്ക് ചേച്ചി. ഇഷ്ടപ്പെട്ടു. പിന്നെ ലയം റൗണ്ട് കംപ്ലീറ്റ് ആയിട്ട് കൃത്യമായി അതങ്ങ് സമത്തിൽ വന്ന് തുടങ്ങി. വെരി ബ്യൂട്ടിഫുൾ. ഞങ്ങളൊക്കെ വളരെ വളരെ ഹാപ്പിയായി. ഉഗ്ര. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, ഈ പടത്തിൽ ഏകദേശം എത്ര പാട്ടുണ്ടാവും? 9 10 പാട്ട് കാണും. 10 അല്ല, ഒരു കൃത്യമായി ഏതെങ്കിലും ഒരു നമ്പർ പറ. 9. 9. എന്നാൽ ഈ പടത്തിനകത്ത് 11 പാട്ടുണ്ട്. ഇന്നത്തെ കാലത്ത് ഒരു സിനിമയ്ക്കകത്ത് ഒരു പാട്ട് പോലും ഫുള്ളായിട്ട്, അല്ലെങ്കിൽ ഇപ്പോൾ പല്ലവി അനുപല്ലവി, അതിന് ടൈമും ഡ്യൂറേഷനൊക്കെ കുറഞ്ഞു. ഒന്ന് ആലോചിച്ച് നോക്കൂ, അന്ത കാലത്ത് ഒരു സിനിമയിലൊക്കെ 11 14 പാട്ടൊക്കെയാണ് ഉണ്ടായിരിക്കുന്നത്. അതും എല്ലാ പാട്ടും സൂപ്പർ ഹിറ്റ് പാട്ട്. അപ്പോൾ ശരിക്കും ആ എന്തുമാത്രം മ്യൂസിക്കിന് ഒരു സ്പേസ് ആണ് ആ സിനിമയ്ക്കകത്ത് ഉണ്ടായിരുന്നത്. MG സാർ വെറുതെ അല്ല ആഹാന്നാക്കി പോയത്. കാരണം നന്നായി പാടി മോളെ. ആരാണെങ്കിലും അങ്ങനെ ആക്കി പോകും. ബ്യൂട്ടിഫുൾ.
എന്തായാലും ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു പിന്നെ ഇത് ചേച്ചി. അമ്മ തയ്ച്ചതായിരിക്കും അല്ലേ? ആ അമ്മയുടെയാണ്, അമ്മയുടെ കരവിരുതാണ്. അതെ. അമ്മയ്ക്കും ഒരു ചക്കര ഉമ്മ. ഓക്കെ, താങ്ക് യു ചേച്ചി. മാർക്ക് ചോദിക്കാം. ഉം. ഷാനിക്ക. ശ്രേയ 9.3. താങ്ക് യു സർ. ശരത് സർ. ശ്രേയ 9.3. താങ്ക് യു സർ. ചേച്ചി. ശ്രേയ ആ ചേച്ചി. 9.3. താങ്ക് യു ചേച്ചി. നിങ്ങൾക്ക് ഊഹിക്കാം. യെസ്. താങ്ക് യു സർ. ഓക്കെ, സോ ടോട്ടൽ 27.9. താങ്ക് യു ചേച്ചി. സൂപ്പർ.